പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു ഈ ലോകത്തിനും പരലോകത്തിനും അനുഗ്രഹമായി ഭൂമിയിൽ അവതരിപ്പിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസലാം. അദ്ദേഹത്തിന് സാറാ ബീവിയിൽ ജനിച്ച ഇസ്ഹാഖ് നബിയുടെ 2 പുത്രന്മാരിൽ നുബുവത്ത് കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച മകനാണ് യാക്കൂബ് നബി അലൈഹിസലാം. പിതാവായ ഇസ്ഹാഖ് നബിയുടെ മരണശേഷം ജന്മദേശമായ കൻആൻ കേന്ദ്രമാക്കി യാക്കൂബ് നബി അലൈഹിസ്സലാം മതപ്രബോധനം ആരംഭിച്ചു. ഈജിപ്തിന്റെ അയൽനാട് കൻആൻ എന്ന ഗ്രാമം തന്നിൽ അല്ലാഹു ഏകനാണെന്നുള്ള സത്യത്തെ ധാരിപ്പിക്കാൻ അവർക്കുള്ള ദൗത്യം മേറെ ശ്രമങ്ങൾ നടത്തുമാക്കാലം. വേദപ്രമാണമെല്ലാം വെളിവാക്കി കൊടുത്തിട്ടും പ്രകാശമൊന്നും മേശുന്നില്ല. വേണ്ടോളം ഉപദേശം കൊടുത്തിട്ടും ജനങ്ങളിൽ ചിന്തിക്കാൻ കഴിവില്ല കാലം. ഈജിപ്തിന്റെ അയൽനാട് കൻആൻ എന്ന ഗ്രാമം തന്നെ അല്ലാഹു ഏകനാണെന്നുള്ള സത്യത്തെ ധാരിപ്പിക്കാൻ അവർക്കുള്ള ദൗത്യമേറെ ശ്രമങ്ങൾ നടത്തുമക്കാലം. ചരിത്ര പ്രസിദ്ധമായ ഈജിപ്തിൽ നിന്നും ഏതാണ്ട് 200 കാതം അകലെയായി സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ് കൻആൻ. ഇടത്തൂർന്ന് നിൽക്കുന്ന ഈന്തപ്പനത്തോട്ടങ്ങളും പച്ചിലക്കാടുകളും നോക്കെത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന മരുഭൂമിയും അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന മലനിരകളും കൻആന്റെ പ്രത്യേകതകളാണ്. ഈ ഗ്രാമത്തിന്റെ ഒരു ഭാഗത്തായി അള്ളാഹുവിന്റെ പ്രവാചകരായ യാക്കൂബ് നബിയും കുടുംബവും താമസിക്കുന്നു. യാക്കൂബ് നബിക്ക് ലിയ, റാഹേൽ എന്നീ ഭാര്യമാരിലും സുൽഫ, ബൽവ എന്നീ അടിമ സ്ത്രീകളിലുമായി ആകെ 12 സന്താനങ്ങളുണ്ടായി. ഇവരിൽ റാഹേൽ എന്ന സ്ത്രീ പ്രസവിച്ചതാണ് പുത്രന്മാരിൽ ഏറ്റവും ഇളയവരായ യൂസുഫും ബുന്യാമും. ബുന്യാമിനെ പ്രസവിച്ച് ദിവസങ്ങൾക്കുള്ളിൽ മാതാവായ റാഹേൽ ഈ ലോകത്തോട് അന്ത്യയാത്ര പറഞ്ഞു പിരിഞ്ഞു. മഴവില്ലിൻ ഓസേവത്ത അവരും മാമൗതായെ മഹദുഃഖം മാറിയാതെ വളർത്തിയിടുന്നേ യൂസുഫെ മതിവോളം സ്നേഹത്തോടവർ പോറ്റുന്നേ. മഴവില്ലിൻ ഓസേവത്ത അവരും മാമൗതായെ മഹദുഃഖം മാറിയാതെ വളർത്തിയിടുന്നേ യൂസുഫെ മതിയോളം സ്നേഹത്തോടവർ പോറ്റുന്നേ. വളരെ ചെറുപ്പത്തിലെ മാതാവ് നഷ്ടപ്പെട്ട യൂസുഫിനെയും ബുനിയാമിനെയും യാക്കൂബ് നബി അലൈഹിസലാം വളരെയേറെ സ്നേഹിച്ചു. പിഞ്ചു പൈതലായ ബുനിയാമിന് മുലയൂട്ടുവാൻ ആ ഗ്രാമത്തിലെ ഒരു സ്ത്രീയെ യാക്കൂബ് നബി അലൈഹിസലാം ഇടപാട് ചെയ്തു. ആ സ്ത്രീക്ക് ബുനിയാമിന്റെ പ്രായത്തിലുള്ള ഒരു മകനുണ്ടായിരുന്നു. ബഷീർ എന്നായിരുന്നു ആ കുഞ്ഞിന്റെ പേര്. അവരും കുഞ്ഞും യാക്കൂബ് നബിയുടെ കുടുംബത്തോടൊപ്പം താമസിച്ച് ബുന്യാമിനെയും യൂസുഫിനെയും പരിചരിച്ചു. ബുന്യാമീനായി മുലപ്പാലൂട്ടുവാനായിട്ട് വിധവയൊരു പെണ്ണെ വാങ്ങിയ യാക്കൂബാകാലത്ത് പെണ്ണിനൊരു കുഞ്ഞുണ്ട് ബഷീർ എന്ന നാമത്തിൽ. പിരിശത്തിൽ യാക്കൂബ് വീട്ടിൽ താമസമായിട്ട് ബുന്യാമീനായി മുലപ്പാലൂട്ടുവാനായിട്ട് വിധവയൊരു പെണ്ണെ വാങ്ങിയ യാക്കൂബാകാലത്ത്. ഒരു ദിവസം രാത്രി ബുന്യാമിന്റെ കരച്ചിൽ കേട്ടുകൊണ്ടാണ് യാക്കൂബ് ഉണർന്നത്. അദ്ദേഹം ഓടി കുഞ്ഞിന്റെ സമീപത്തേക്ക് ചെന്നു. അപ്പോൾ അവിടെ കണ്ട കാഴ്ച നബിയിൽ കോപവും വ്യസനവും ഉണ്ടാക്കി. കരയുന്ന ബുന്യാമിനെ മാറ്റിക്കിടത്തി ആ സ്ത്രീ തന്റെ സ്വന്തം കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്നു. അമിതമായ പുത്രവാത്സല്യം യാക്കൂബ് നബിയിൽ പല സ്വാർത്ഥ ചിന്തകളും ഉളവാക്കി. അദ്ദേഹം ചിന്തിച്ചു, ഈ സ്ത്രീയുടെ കുഞ്ഞ് ഈ വീട്ടിൽ ഉള്ളിടത്തോളം ബുന്യാമിന് ശരിയാമണ്ണം മുലപ്പാൽ കിട്ടുകയോ മതിയായ പ്രചരണം കിട്ടുകയോ ഇല്ല. ആ കുഞ്ഞിനെ ഇവിടെ നിന്നും അകറ്റണം.
യാക്കൂബ് നബി അതിനുള്ള മാർഗങ്ങൾ തേടി. ഒരു ദിവസം ആ മാതാവ് പുറത്തേക്ക് പോയ സന്ദർഭം നോക്കി യാക്കൂബ് നബി ഉറങ്ങിക്കിടന്നിരുന്ന ബഷീറിനെ താങ്ങിയെടുത്തു. ആരും കാണാതെ പുറത്തേക്കിറങ്ങി. നേരത്തെ ഇടപാട് ചെയ്തിരുന്ന 2 അടിമ കച്ചവടക്കാർ അല്പം അകലെ നിൽപ്പുണ്ടായിരുന്നു. നബി കുട്ടിയെ അവരുടെ പക്കൽ ഏൽപ്പിച്ചു. കുട്ടിയെയും വാങ്ങി ആ വാണിഭക്കാർ ആരോരും അറിയാതെ സ്ഥലം വിട്ടു. സ്വസ്ഥനായി യാക്കൂബ് നബി തിരിച്ചു വീട്ടിലേക്ക് നടന്നു. താൻ ചെയ്ത പാപം എത്ര കഠിനമായിരുന്നുവെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നുവെങ്കിലും അതിനുമൊക്കെ അപ്പുറമായിരുന്നു ബുനിയാമിനോടും യൂസുഫിനോടും ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സ്നേഹം. അല്പസമയത്തിനുള്ളിൽ പുറത്തേക്ക് പോയ ആ മാതാവ് തിരിച്ചെത്തി. അവർ ഉറങ്ങിക്കിടന്ന തന്റെ കുഞ്ഞിന്റെ സമീപത്തേക്ക് നടന്നു. കുഞ്ഞിനെ അവിടെ എങ്ങും കാണുന്നില്ല. അവർ ആ വീടിനകത്തും പുറത്തും ഓടി നടന്നു. ഇല്ല, തന്റെ കുഞ്ഞിനെ എവിടെയും കാണുന്നില്ല. പരിഭ്രാന്തിയായ ആ മാതാവ് കണ്ണിൽ കണ്ട ഓരോരുത്തരോട് ചോദിച്ചു. ദുഃഖപാരവശ്യത്താൽ നിലത്ത് വീണ് കിടന്ന് ഉരുണ്ടു. കാഞ്ചനമുത്ത് കൂടമാം പോയതെങ്ങോട്ട്? ഞാൻ കല്ലങ്ങൾ ആറായതിൽ പിന്നെ വലിയോനെന്നിൽ തന്ന മാണിക്ക കല്ലാകുന്നു. ആണോ ഞാൻ കൊല്ലങ്ങൾ ആറായതിൽ പിന്നെ വലിയോനെന്നിൽ തന്ന മാണിക്ക കല്ലാകുന്നു. ക്ഷീണം ബാധിച്ചെന്റെ പ്രാണനാഥനും പോയെ ചെമ്മാലരെ പൊന്നെ മോനിപ്പോൾ കാണാതായി. ക്ഷീണം ബാധിച്ചെന്റെ പ്രാണനാഥനും പോയെ ചെമ്മലരെ പൊന്നു മോനിപ്പോൾ കാണാതായ. കാണുന്നില്ലൻ കുഞ്ഞിനെ ഞാനെന്താ ചെയ്യട്ടെ? കാഞ്ചനമുത്ത് കൂടമാം പോയതെങ്ങോട്ട്? യാക്കൂബ് നബിക്ക് ദുഃഖം തോന്നി. താൻ ചെയ്ത തെറ്റ് എത്ര ക്രൂരമായിരുന്നുവെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. പശ്ചാത്താപ വിവശനായ നബി തന്റെ പാപങ്ങൾ പൊറുക്കുവാൻ ഉള്ളൊരുകി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. റഹ്മാനെ, ഞാനും ലൈന്റെ ഷെറിൽ അകപ്പെട്ട് രഹസ്യമായൊരു പാപം ചെയ്തേ തവിക്കും നീ. സുബ്ഹാനേ, എന്നെ പുറത്ത് രക്ഷിക്കുമെന്നാനേ. സുർഹാലെനിക്കുള്ള പാപം നീ പൊറുത്തിടണേ. റഹ്മാനെ, ഞാനും ലൈന്റെ ഷെറിൽ അകപ്പെട്ട് രഹസ്യമായൊരു പാപം ചെയ്തേ തവിക്കും നീ. എന്നാൽ യാക്കൂബ് നബിയുടെ പ്രാർത്ഥനയേക്കാൾ വാത്സല്യനിധിയായ ആ മാതാവിന്റെ കണ്ണുനീരിനാണ് അള്ളാഹു വില കൽപ്പിച്ചത്. ആ സാധു സ്ത്രീയുടെ മകനെ അവർ കണ്ടെത്തുവോളം അതേ പുത്രദുഃഖം യാക്കൂബ് നബിയിൽ ഉണ്ടാകുവാൻ അള്ളാഹുവിന്റെ നിശ്ചയമുണ്ടായി. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. ആ സംഭവം ഉണ്ടാക്കിയ മുറിവ് യാക്കൂബ് നബിയുടെ ഹൃദയത്തിൽ നിന്നും മാഞ്ഞു പോവുകയും ചെയ്തു. യൂസുഫിനെയും ബുനിയാമിനെയും പരിലാളിച്ച് അദ്ദേഹം ദിവസങ്ങൾ നീക്കി. തന്റെ മറ്റു പുത്രന്മാരോടൊപ്പം കാട്ടിൽ ആടിനെ മേയ്ക്കുവാൻ വിടുവാനോ അവരോടൊപ്പം ആടിപ്പാടി നടക്കുവാനോ യാക്കൂബ് നബി യൂസുഫിനെയും ബുനിയാമിനെയും അനുവദിച്ചില്ല. തങ്ങളുടെ പിതാവ് യൂസുഫിനോടും ബുനിയാമിനോടും കാണിക്കുന്ന ഈ അതിര് കവിഞ്ഞ സ്നേഹത്തിലും വാത്സല്യത്തിലും യാക്കൂബ് നബിയുടെ മറ്റ് 10 പുത്രന്മാർക്കും അമർഷമുളവായി. എന്നാൽ അത് പുറത്ത് പ്രകടിപ്പിക്കുന്നത് അപകടമാണെന്ന് അവർക്കറിയാമായിരുന്നു. ഭർത്താവിന്റെ ഈ വക പെരുമാറ്റങ്ങൾ മൂത്ത ഭാര്യയായ ലിയായ്ക്കും രസിച്ചില്ല. അവർ എല്ലാ അമർഷവും ഉള്ളിലൊതുക്കി. യാക്കൂബ്
യാക്കൂബ് നബിയും മണവറ്റ സ്നേഹം യൂസുഫിൽ കാട്ടിടവേ ഇണകളായുള്ള സോദരൻ കണ്ട് അസതുകളേറിടവേ വശകരിച്ചവനും ബാപ്പയെ മെരുക്കി സ്നേഹം കവർന്നിടുന്നേ വഴികൾ നമുക്ക് ഇതിനുള്ള മാർഗം കാണണമെന്നുറച്ചേ യാക്കൂബ് നബിയും അളവറ്റ സ്നേഹം യൂസുഫിൽ കാട്ടിടവേ ഇണകളായുള്ള സോദരും കണ്ട് അസതുകളേറിടവേ. യൂസുഫിന് 15 വയസ്സ് തികഞ്ഞ കാലം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പതിവ് പോലെ യൂസുഫ് തന്റെ പിതാവിനോടൊപ്പം ഉറങ്ങുവാൻ കിടന്നു. ആ ഉറക്കത്തിൽ വിചിത്രമായ ഒരു സ്വപ്നം ആ കുട്ടി കണ്ടു. ഉണർവുള്ളതാം 11 നക്ഷത്രം ഉറ്റേ കതിരോനും ചന്ദ്രനും തിരുമുൻപെത്തി എന്നെ ഉശിരൻ രാജാവെന്ന് കരുതിയവരെല്ലാം മടങ്ങി നിന്നേ. ഉണർവുള്ളതാം 11 നക്ഷത്രം ഉറ്റൈ കതിരോനും ചന്ദ്രനും തിരുമുൻപെത്തി എന്നെ ഉശിരൻ രാജാവെന്ന് കരുതിയവരെല്ലാം വണങ്ങി നിന്നേ. ഉണർവുള്ളതാം 11 നക്ഷത്രം ഉറ്റേ കതിരോനും ചന്ദ്രനും തിരുമുൻപെത്തി എന്നെ ഉശിരൻ രാജാവെന്ന് കരുതിയവരെല്ലാം വണങ്ങി നിന്നേ. ആകാശത്ത് ജ്വലിച്ചുകൊണ്ടിരുന്ന സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവരെല്ലാവരും യൂസുഫിന്റെ സമീപം വന്ന് ആ കുട്ടിയെ വണങ്ങുന്നതായിരുന്നു സ്വപ്നം. വിചിത്രമായ ഈ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന യൂസുഫ് ഭയത്തോടെ പിതാവിനെ കെട്ടിപ്പുണർന്നു. യാക്കൂബ് നബി തന്റെ പുത്രനെ സാന്ത്വനപ്പെടുത്തിയതിനു ശേഷം വിവരങ്ങൾ അന്വേഷിച്ചു. തനിക്കുണ്ടായ അതിശയകരമായ സ്വപ്നത്തെക്കുറിച്ച് യൂസുഫ് തന്റെ പിതാവിനെ പറഞ്ഞു കേൾപ്പിച്ചു. തിരിശപ്പെട്ടേ മോന്റെ കിനാവിന്റെ വാർത്ത കേട്ട് യാക്കൂബെന്നോരേ മനം കുളിർത്ത് മനം മാട്ടി. തിരിശപ്പെട്ട മോന്റെ കിനാവിന്റെ വാർത്ത കേട്ട് യാക്കൂബെന്നോരേ മനം കുളിർത്ത് മനം മാട്ട്. മകനിൽ വരാനുള്ള റഹീമത്തുകൾ വിവരിത്തെ മാറിൽ ചേർത്തണച്ചു ഭാവോ മനപ്പൂമുത്തേ. മകനിൽ വരാനുള്ള റഹ്മത്തുകൾ വിവരിത്തെ മാറിൽ ചേർത്തണച്ചും ഭാവോ മനപ്പൂമുത്തേ. പിരിശപ്പെട്ട മോന്റെ കിനാവിന്റെ വാർത്ത കേട്ട് യാക്കൂബെന്നോരേ മനം കുളിർത്ത് മനം മാട്ട്. സ്വപ്ന വൃത്താന്തമറിഞ്ഞ യാക്കൂബിന്റെ മുഖം പ്രസന്നമായി. അദ്ദേഹം വാത്സല്യത്തോടെ ആ പൂങ്കവിളുകളിൽ ഉമ്മ വെച്ചു. മകനെ, നീ സ്വപ്നത്തിൽ കണ്ട സൂര്യനും ചന്ദ്രനും നിന്റെ മാതാപിതാക്കളാണ്. 11 നക്ഷത്രങ്ങൾ നിന്റെ സഹോദരങ്ങളും. ഇവരെല്ലാം ഒരു നാളിൽ നിന്റെ അധീനത്തിൽ ജീവിക്കേണ്ടി വരും. ഇതാണ് നീ കണ്ട സ്വപ്നത്തിന്റെ സാരം. അതിനാൽ എന്റെ മകൻ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്നാൽ നീ ഈ കണ്ട സ്വപ്നത്തെക്കുറിച്ചോ അതിന് ഞാൻ പറഞ്ഞ വ്യാഖ്യാനത്തെക്കുറിച്ചോ നിന്റെ സഹോദരങ്ങളോടോ മറ്റുള്ളവരോടോ അറിയിക്കരുത്. അത് അപകടമാണ്. പിതാവിന്റെ നിർദ്ദേശം യൂസുഫ് അംഗീകരിച്ചു. അവർ വീണ്ടും ഉറങ്ങുവാൻ കിടന്നു. എന്നാൽ അവിടെ നടന്ന സംഭാഷണങ്ങളെല്ലാം അടുത്ത മുറിയിൽ കിടന്ന് ലിയ കേൾക്കുന്നുണ്ടായിരുന്നു. യൂസുഫിൻ കിനാവു തന്റെ താബീറുകൾ കേട്ട് ഉരുകി തന്റെ മനം കലങ്ങി അസദ് മുറ്റി മനസ്സിൽ. സ്വപ്ന വ്യാഖ്യാനം കേട്ട ലിയായുടെ മനസ്സിൽ അസൂയയും കോപവും ഇരട്ടിച്ചു. ആലോചിക്കും തോറും അവരുടെ മനസ്സിൽ പലവിധ ആശങ്കകൾ ഉയർന്നു. അസ്വസ്ഥമായ ചിന്തകളാൽ ലിയ ഒരു വിധത്തിൽ നേരം വെളുപ്പിച്ചു. പിറ്റേ ദിവസം പ്രഭാതമായി. ലിയ തന്റെ മൂത്ത പുത്രന്മാരായ റൂബിലിനെയും ഷമ്മൂവിനെയും യഹൂദായെയും അരികിൽ വിളിച്ചു. തലേ ദിവസം യൂസുഫ് കണ്ട സ്വപ്നത്തെക്കുറിച്ച് അതിന് പിതാവ് പറഞ്ഞ വ്യാഖ്യാനത്തെക്കുറിച്ചും വളരെ വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. വിവരങ്ങൾ അറിഞ്ഞ റൂബിലിന്റെ മുഖം കോപത്താൽ ചുവന്നു തുടുത്തു. എന്ത്? നമ്മളെല്ലാം യൂസുഫിന്റെ അധീനത്തിൽ ജീവിക്കേണ്ടി വരുമെന്നോ? ഇല്ല, ഇത് കള്ളമാണ്, ചതിയാണ്.
പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടാകുവാൻ അവൻ മെനഞ്ഞെടുത്ത കള്ളക്കഥകളാണിത്. അവന്റെ വഞ്ചനയിൽ പിതാവ് അകപ്പെട്ടിരിക്കുന്നു. ഈ വിധം മുന്നോട്ട് പോയാൽ പിതാവിന് നമ്മളോട് യാതൊരു താല്പര്യവും ഇല്ലാതാകും. ഒരു പക്ഷേ അദ്ദേഹം നമ്മെ വെറുക്കുക കൂടി ചെയ്യും. ഇല്ല, അതിനനുവദിക്കാൻ പാടില്ല. അവന്റെ ശല്യം എന്നേക്കുമായി നശിപ്പിച്ചേ പറ്റൂ. അടിമയായി നിർത്തുമെന്നുമാണ് അവന്റെ സ്വപ്നവിധിയിൽ പറയുന്നത്. അവനെ ഭൂമുഖത്ത് കണ്ടിടാതിരിക്കാൻ എന്തു വേണമെന്ന് ചൊല്ലുവീൻ. അടിമയായി നിർത്തുമെന്നുമാണ് അവന്റെ സ്വപ്നവിധിയിൽ പറയുന്നത്. അവനെ ഭൂമുഖത്ത് കണ്ടിടാതിരിക്കാൻ എന്ത് വേണമെന്ന് ചൊല്ലുവീൻ. പ്രതികാരദാഹികളായ അവർ തങ്ങളുടെ മറ്റു സഹോദരങ്ങളെ രഹസ്യമായി ഒരു സ്ഥലത്ത് വിളിച്ചുകൂട്ടി. യൂസുഫിനെ ഇല്ലായ്മ ചെയ്യേണ്ട മാർഗത്തെക്കുറിച്ച് ആലോചന തുടങ്ങി. പലരും പല മാർഗങ്ങളും മുന്നോട്ട് വെച്ചു. അവസാനം ഷമ്മോൻ എന്ന സഹോദരൻ പറഞ്ഞു, യൂസുഫിന്റെ ശല്യം അവസാനിപ്പിക്കുവാൻ എനിക്ക് ഉചിതമെന്ന് തോന്നിയ ഒരു വഴി ഞാൻ പറയാം. കളിക്കുവാനെന്നും പറഞ്ഞ് നമുക്ക് യൂസുഫിനെ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. അവിടെ വെച്ച് ആരും അറിയാതെ യൂസുഫിന്റെ കഥ കഴിക്കാം. ഇത് കേട്ട യഹൂദ പറഞ്ഞു, ഷമ്മോൻ, പിതാവ് യൂസുഫിനെ നമ്മളോടൊപ്പം കാട്ടിലേക്ക് വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതിന് വഴിയുണ്ട്. യൂസുഫിന്റെ സമീപം ചെന്ന് നമുക്ക് പലവിധ കളികളിൽ ഏർപ്പെടാം. അത് കാണുമ്പോൾ നമ്മളോടൊപ്പം കാട്ടിലേക്ക് വരുവാൻ അവൻ ആഗ്രഹം പ്രകടിപ്പിക്കും. അവന്റെ ആഗ്രഹത്തിന് പിതാവ് ഒരിക്കലും എതിര് നിൽക്കുകയില്ല. ഈ നിർദ്ദേശം അവരെല്ലാവരും അംഗീകരിച്ചു. വനമകം കൊണ്ടുപോയി വന്യമൃഗത്തിൻ മുമ്പിലെറിഞ്ഞിടലാം. പേശിയുടെ ശമ്മൂനപ്പഴുതിന്നൊരു വില്ലനുരത്തിടലാം. വനമകം കൊണ്ടുപോയി വന്യമൃഗത്തിൻ മുമ്പിലെറിഞ്ഞിടലാം. പേശിയുടെ ശമ്മൂനപ്പഴുതിന്നൊരു വില്ലനുരത്തിടലാം. കനവു കണ്ടവനെ വഴിമതി തന്നെ ജീവനൊക്കിടലാം. പാലിതിലാളന സ്നേഹമതെല്ലാം പറ്റനെ നിർത്തിടലാം. കനവു കണ്ടവനെ വഴിമതി തന്നെ ജീവനൊടുക്കിടലാം. പാലിതിലാളന സ്നേഹമതെല്ലാം പറ്റനെ നിർത്തിടലാം. വനമകം കൊണ്ടുപോയി വന്യമൃഗത്തിൻ മുമ്പിലെറിഞ്ഞിടലാം. പേശിയുടെ ശമ്മൂനപ്പഴുതിന്നൊരു വില്ലനുരത്തിടലാം. അവർ യൂസുഫിന് ചുറ്റും കൂടി നിന്ന് ഉല്ലാസകരമായ പലവിധ കളികളിൽ ഏർപ്പെട്ടു. ഇതെല്ലാം കണ്ട് ഉല്ലാസഭരിതനായ യൂസുഫ് അവരോട് ചോദിച്ചു, ജ്യേഷ്ഠന്മാരെ, നിങ്ങൾ കാട്ടിൽ ആടുകളെ മേയ്ക്കാൻ പോകുമ്പോഴും ഈ വിധം വിനോദങ്ങളിൽ ഏർപ്പെടുമോ? കൊള്ള! അത് കാണണമെങ്കിൽ ഒരു ദിവസം നീ നമ്മുടെ കൂടെ വന്നു നോക്കൂ. ഇതിനേക്കാൾ രസകരമാണ് കാട്ടിലെ വിനോദങ്ങൾ. പൊന്നുമോനെ, നാം പോകണം കാട്ടിൽ, കൂതി പോലെ കളിക്കണം മട്ടിൽ. പൊന്നുമോനെ, നാം പോകണം കാട്ടിൽ, കൂതി പോലെ കളിക്കണം മട്ടിൽ. പിന്നിൽ പാറും കിളികളുണ്ട്, മിനുസപ്പൊന്മാനുകളുണ്ട്, ആടിച്ചാടിയും പാടി രസിക്കാം, മോഹക്കാഴ്ചകൾ കണ്ടു ലയിക്കാം. പിന്നിൽ പാറും കിളികളുണ്ട്, മിനുസപ്പൊന്മാനുകളുണ്ട്, ആടിച്ചാടിയും പാടി രസിക്കാം, മോഹക്കാഴ്ചകൾ കണ്ടു ലയിക്കാം. പൊന്നുമോനെ, നാം പോകണം കാട്ടിൽ, കൂതി പോലെ കളിക്കണം മട്ടിൽ. ഇത് കേട്ട നിഷ്കളങ്കനായ യൂസുഫിന് കാട്ടിൽ അവരോടൊപ്പം പോകുവാൻ ആഗ്രഹം തോന്നി. യൂസുഫ് പറഞ്ഞു, ജ്യേഷ്ഠന്മാരെ, നാളെ കാട്ടിലേക്ക് ഞാനും കൂടി വരട്ടെ. വരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ പിതാവ് നിന്നെ ഞങ്ങളോടൊപ്പം കാട്ടിലേക്ക് അയക്കുമെന്ന് തോന്നുന്നേയില്ല. നീ ഒരു പണി ചെയ്യ്, പിതാവിന്റെ അനുവാദം നീ തന്നെ വാങ്ങിക്കൂ. ഇത് കേട്ട് യൂസുഫ് അത്യുത്സാഹത്തോടെ പിതാവിന്റെ സമീപത്തേക്ക് ഓടിപ്പോയി. ഓടിയണഞ്ഞ യൂസുഫിനെ വാത്സല്യപൂർവ്വം യാക്കൂബ് നബി മടിയിലിരുത്തി. എന്താ മോനെ? ബാവാ, ഞാനൊരു കാര്യം ചോദിച്ചാൽ അങ്ങ് അനുവദിക്കുമോ? എന്താണ്? എന്റെ മോന്റെ ഏതൊരാഗ്രഹവും സാധിക്കുവാൻ ഈ ബാവ എപ്പോഴും ഒരുക്കമാണ്. ബാവ, നാളെ ജ്യേഷ്ഠന്മാരുടെ കൂടെ കാട്ടിൽ ആടുമേയ്ക്കാൻ ബാവ എന്നെ അനുവദിക്കണം. ഇത് കേട്ട് യാക്കൂബ് നബിയുടെ മുഖം വാടി. വേണ്ട മോനെ,
അവരോടൊപ്പം നീ പോകണ്ട. ബാവ, അവരുടെ കളികൾ കാണാൻ എന്ത് രസമാണെന്നോ. കാട്ടിലും അവർ അതുപോലെ കളിക്കുമെന്ന് പറഞ്ഞു. മോനെ, കളിക്കുമ്പോൾ അവർക്ക് കളിയുടെ ഓർമ്മ മാത്രമേ കാണുകയുള്ളൂ. കാട്ടിൽ വെച്ച് എന്റെ മോനെ എന്തെങ്കിലും അപകടമുണ്ടായാൽ ഈ ബാവായ്ക്ക് സഹിക്കുവാൻ സാധിക്കില്ല. ബാവ, അവരെന്റെ സഹോദരങ്ങളല്ലേ, അവർ ഒരിക്കലും എന്നെ അപകടപ്പെടുത്തുകയില്ല. പറയൂ ബാവ, ഞാനും കൂടി പോകട്ടെ. പുത്രന്റെ സ്നേഹപൂർവമായ നിർബന്ധത്തിനു മുൻപിൽ എതിർത്ത് പിന്നെ ഒന്നും പറയുവാൻ വാത്സല്യനിധിയായ ആ പിതാവിന് കഴിഞ്ഞില്ല. മനസ്സില്ലാ മനസ്സോടെ യാക്കൂബ് നബി അനുവാദം നൽകി. സന്തോഷാധിക്യത്താൽ യൂസുഫ് തന്റെ പിതാവിന്റെ കവിളിൽ തെരുതെരെ ഉമ്മകൾ നൽകി. ഈ വിവരം സഹോദരങ്ങളെ അറിയിക്കുവാൻ ഓടിപ്പോയി. പിറ്റേ ദിവസം പ്രഭാതമായി. തങ്കപ്പൂ മോനെ സ്നാനം ചെയ്യിച്ചു, തഞ്ചത്തിൽ ലിബാസും അണിയിച്ചു. തങ്കപ്പൂ മോനെ സ്നാനം ചെയ്യിച്ചു, തഞ്ചത്തിൽ ലിബാസം അണിയിച്ചു. പൊൻകവിളിൽ പൂമുത്തം കൊടുത്തു, പൂമോനെ നബിമാരിടം ചേർത്ത്. പൊൻകവിളിൽ പൊൻമുത്തം കൊടുത്തു, പൂമോനെ നബിമാരിടം ചേർത്തും. പോയി വരൂ സോദരത്തിന് വേഗം, പെരിയവൻ തുണയേകും കനിയേ. പോയി വരൂ സോദരത്തു നീ വേഗം, പെരിയവൻ തുണയേകും കനിയേ. തങ്കപ്പൂ മോനെ സ്നാനം ചെയ്യിച്ചു, തഞ്ചത്തിൽ ലിബാസും അണിയിച്ചു. യാക്കൂബ് നബി തന്റെ പുത്രനെ കുളിപ്പിച്ച് സുഗന്ധ തൈലങ്ങൾ പൂശി. താൻ സ്വന്തമായി നെയ്ത ചിത്രാലങ്കൃതമായ ഉടുപ്പ് യൂസുഫിനെ അണിയിച്ചു. പിതാവും പുത്രനും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു. ഇത്രയും ആയപ്പോഴേക്കും പുത്രന്മാർ 10 പേരും അവിടെ ഹാജരായി. അവർ ഓരോരുത്തരായി യൂസുഫിനോട് പലവിധ സ്നേഹപ്രകടനങ്ങൾ നടത്തി. ഇതെല്ലാം കണ്ടുകൊണ്ട് സംതൃപ്തനായ യാക്കൂബ് നബി പറഞ്ഞു, മക്കളെ, യൂസുഫിനെ നിങ്ങൾ വളരെ സൂക്ഷിക്കണം. കാട്ടിലെ കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ അവൻ സഞ്ചരിച്ച് പരിചയമില്ല. അതുകൊണ്ട് കഴിയുന്നതും അവനെ നടത്തരുത്. കാട്ടിലെത്തിയാൽ യൂസുഫിനെ തനിച്ചാക്കിയിട്ട് നിങ്ങൾ എങ്ങും പോകരുത്. കഴിയുന്നത് നേരത്തെ തന്നെ മടങ്ങി വരികയും വേണം. പിതാവിന്റെ നിർദ്ദേശങ്ങളെല്ലാം അവരപ്പാടെ അംഗീകരിച്ചു. ശമ്മോൻ ഓടിച്ചെന്ന് യൂസുഫിനെ പൊക്കിയെടുത്ത് ചുമലിലേറ്റി പിതാവിനോട് യാത്രയും ചോദിച്ച് അവർ നടന്നു നീങ്ങി. അവർ പോയി മറയുന്നത് നോക്കി യാക്കൂബ് നബി നിർനിമേഷനായി നിന്നു. പുത്രന്മാർ കണ്ണിൽ നിന്നും മറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇരുകരങ്ങളും ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. യൂസുഫും സഹോദരങ്ങളും യാത്ര തുടർന്നു. മക്കൾ പാതിനം യാത്ര തിരിച്ചു വനം, മനവേദനയോടെ ഉപ്പാക്കൂറച്ച് ദൂരം ദിക്കെല്ലാം നോക്കി പിരിഞ്ഞു നടന്നു. വീട്ടിൽ ദീവാന്തരം പോൽ മൂഷക്കത്തിലായ മട്ടിൽ. മക്കൾ 11 യാത്ര തിരിച്ചു വനം, മനവേദനയോടെ ഉപ്പാക്കൂറച്ചു ദൂരം ദിക്കെല്ലാം നോക്കി തിരിഞ്ഞു നടന്നു. വീട്ടിൽ ദീവാന്തരം പോൽ മൂഷക്കത്തിലായ മട്ടിൽ. മക്കളെ ഓർത്തോർത്ത് ഉള്ളം സാധാ ചിന്തിച്ച് മന്നവനോടെല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ച്. മക്കളെ ഓർത്തോർത്ത് ഉള്ളം സാധാ ചിന്തിച്ചു, മന്നവനോടെല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു. മക്കൾ 11 യാത്ര തിരിച്ചു വനം, മനവേദനയോടെ ഉപ്പാക്കൂറച്ചു ദൂരം. ഏതാണ്ട് അവർ കാടിനോടടുക്കാറായി. പെട്ടെന്ന് മുമ്പേ നടന്നിരുന്ന റൂബിയിൽ തിരിഞ്ഞു നോക്കി. ഷമ്മോൻ, എന്തിനാണ് ഇനിയും ഇവനെ താങ്ങിക്കൊണ്ട് നടക്കുന്നത്? ഇറക്കി താഴെ നിർത്തൂ. ഇത് കേട്ട് ഷമ്മോൻ പറഞ്ഞു, റൂബീൻ, അവൻ നമ്മുടെ രാജാവല്ലേ, രാജാവിനെ താങ്ങേണ്ടത് നമ്മൾ അടിമകളല്ലേ. ഇത് കേട്ട അവരെല്ലാവരും പരിഹാസത്തോടെ ആർത്തിച്ചിരിച്ചു. കോപിഷ്ഠനായ റൂബീൽ ഓടിച്ചെന്ന് യൂസുഫിന്റെ ഉടുപ്പിന് പിടിച്ചു വലിച്ച് താഴെ ഇറക്കി. ആ വലിയുടെ ആഘാതത്തിൽ യൂസുഫ് നിലത്ത് വീണുരുണ്ടു. അപ്പോഴും അവർ ആർത്തിച്ചിരിച്ചു. പരിഭ്രാന്തനായ യൂസുഫ് അവരുടെ ഓരോരുത്തരുടെയും മുഖത്ത് മാറി മാറി നോക്കി. ജ്യേഷ്ഠന്മാരെ, എന്തിനാണ്
എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിനക്ക് ഒന്നും മനസ്സിലാകുന്നില്ല അല്ലേ? ഞങ്ങൾ എല്ലാവരും അയോഗ്യരാണെന്ന് കാണിക്കുവാൻ പിതാവിന്റെ സ്നേഹം നിനക്ക് മാത്രം പിടിച്ചു പറ്റാൻ മനഃപൂർവ്വം നീ ഉണ്ടാക്കിയ കള്ളക്കഥ പിതാവ് വിശ്വസിച്ചു. അദ്ദേഹം നമ്മളെ വെറുക്കുവാനും തുടങ്ങി. ഇതെല്ലാം ചെയ്ത വഞ്ചകനായ നിന്നെ ഞങ്ങൾ വെറുതെ വിടുമെന്ന് വിചാരിച്ചോ? ക്രുദ്ധരായ അവർ യൂസുഫിന് നേരെ പാഞ്ഞെടുത്തു. അവരുടെ മർദ്ദനങ്ങളേറ്റ് ആ പിഞ്ചു ശരീരം വേദനയാൽ പിടഞ്ഞു. എന്താണ് കികളെ എന്നെ മർദ്ദിച്ചിടുന്നു? ഏതും ഒരേ തെറ്റും ചെയ്തില്ല നിങ്ങളിൽ. സ്വന്തം സഹോദരന്മാരല്ലേ നിങ്ങളെന്നെ സൂക്ഷിക്കാമെന്ന് പറഞ്ഞു കൊണ്ടുവന്നോരല്ലേ. എന്താണ് കികളെ എന്നെ മർദ്ദിച്ചിടുന്നു? ഏതും ഒരു തെറ്റ് ചെയ്തില്ല നിങ്ങളിൽ. നിമിഷങ്ങൾ കഴിയും തോറും അവരുടെ കോപം ഇരട്ടിച്ചു വന്നു. അല്പം അകലെയായി കിടന്നിരുന്ന വലിയൊരു കല്ല് അവരിൽ ചിലർ ചേർന്ന് പൊക്കിയെടുത്തു. അതുമായി അവശനായി കിടക്കുന്ന യൂസുഫിന്റെ സമീപത്തേക്ക് നടന്നെടുത്തു. അവരുടെ ഉദ്ദേശം മനസ്സിലാക്കിയ യഹൂദ മുന്നോട്ട് ചെന്നു. അരുത്, യൂസുഫിനെ കൊല്ലരുത്, അവനെ വധിക്കുവാൻ ഞാൻ അനുവദിക്കുകയില്ല. അതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പിതാവിനെ ധരിപ്പിക്കും. ഇത് കേട്ട് അവർ ആ കല്ല് താഴെയിട്ടു. യഹൂദ, നീ എന്താണ് ഈ പറയുന്നത്? ഇവന്റെ ശല്യം അവസാനിപ്പിക്കുവാൻ നമുക്ക് വീട് കിട്ടിയ അവസരമാണിത്. അത് കളഞ്ഞു കുളിക്കണമെന്നാണോ നിന്റെ അഭിപ്രായം? റൂബീൻ, ഇവന്റെ ശല്യം ഒഴിവായി കിട്ടണമെന്നുള്ളതല്ലേ ഇപ്പോഴത്തെ നമ്മുടെ ആവശ്യം? അതിനായി ഞാനൊരു നിർദ്ദേശം പറയാം. അതാ ആ കാണുന്ന പൊട്ടക്കിണറ്റിൽ നമുക്ക് ഇവനെ ഉപേക്ഷിക്കാം. ദൂരദുക്കിലുള്ള ഏതെങ്കിലും വഴിയാത്രക്കാർ അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയിക്കൊള്ളൂ. യൂസുഫിനെ കൊണ്ടുള്ള ശല്യവും അവസാനിക്കും. യഹൂദയുടെ ഈ നിർദ്ദേശം അവരിൽ ഭൂരിഭാഗം പേർക്കും സ്വീകാര്യമായിരുന്നില്ല. എന്നാൽ ആ നിർദ്ദേശം പാലിക്കാതിരിക്കുന്നത് അപകടമാണെന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. ഗത്യന്തരമില്ലാതെ അവർ ആ നിർദ്ദേശം അംഗീകരിച്ചു. അവശനായി കിടക്കുന്ന യൂസുഫിനെ വലിച്ചിഴച്ച് അവർ ആ കിണറിന് സമീപം കൊണ്ടുചെന്നു. ആ പിഞ്ചു ബാലന്റെ ദീനരോദനങ്ങൾ ആ കഠിന ഹൃദയരിൽ യാതൊരു ചാഞ്ചല്യവും ഉണ്ടാക്കിയില്ല. അവർ യൂസുഫ് അണിഞ്ഞിരുന്ന ഉടുപ്പ് അഴിച്ചെടുത്തു, കൈകാലുകൾ ബന്ധിച്ചു. എന്നിട്ട് ഒരു കയറിൽ കെട്ടി കിണറ്റിലേക്ക് ഇറക്കി. തന്റെ അന്ത്യം അടുത്തു എന്ന് മനസ്സിലാക്കിയ നിഷ്കളങ്കനായ ആ ബാലൻ യഹൂദയെ നോക്കി പറഞ്ഞു, ജ്യേഷ്ഠ, വീട്ടിൽ ചെല്ലുമ്പോൾ പിതാവിനോട് എന്റെ അവസാന സലാം അറിയിക്കണം. ഇത് കേട്ട് യഹൂദയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകി. കുറ്റബോധം അയാളുടെ മനസ്സിനെ മഥിച്ചു. പെട്ടെന്ന് റൂബിയിൽ യൂസുഫിനെ ബന്ധിച്ചിരുന്ന കയർ മുറിച്ചുവിട്ടു. ഒരു വലിയ ശബ്ദത്തോടെ യൂസുഫ് ആ കിണറ്റിന്റെ അഗാധ ഗർത്തത്തിൽ പതിച്ചു. ഈ സമയം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാം യൂസുഫിനെ താങ്ങി. പരനവനമറല ജിബ്രീലുമെത്തി, പദവിയിൽ യൂസുഫെ കരമില്ലുയർത്തി. വലിയൊരു ഹജറുണ്ട് കിണറിനകത്ത്, വളർമയിൽ യൂസുഫെ അതിന്മേലിരുത്തി. ഉണ്ടായൊരു പൂന്തോപ്പവിടന്ന് ആനന്ദമായിടുന്നേ, ആനന്ദമായിടുന്നേ. പരനവനമറല ജിബ്രീലുമെത്തി, പദവിയിൽ യൂസുഫെ കരമിലുയർത്തി. വലിയൊരു ഹജറുണ്ട് കിണറിനകത്ത്, വളർമയിൽ യൂസുഫെ അതിന്മേലിരുത്തി. ഉണ്ടായൊരു പൂന്തോപ്പവിടന്ന് ആനന്ദമായിടുന്നേ, ആനന്ദമായിടുന്നേ. ജുബുൽ ഹസീൻ എന്നായിരുന്നു ആ കിണറിന്റെ പേര്. ഹൂദ് നബിയുടെ വേദഗ്രന്ഥത്തിൽ നിന്നും അതുല്യ സൗന്ദര്യവാനായ യൂസുഫ് എന്ന പ്രവാചകനെ കുറിച്ചറിഞ്ഞ യഹൂദ എന്നൊരു മനുഷ്യൻ അതികോമള സ്വരൂപനായ ആ പ്രവാചകനെ ഒന്ന് നേരിൽ കാണുവാൻ വളരെ ആഗ്രഹമുണ്ടായി. അദ്ദേഹം തന്റെ ഈ മോഹം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു. പെട്ടെന്ന് ഒരശരീരി ഉണ്ടായി. ഹേ യഹൂദ, ജുബുൽ ഹസീൻ എന്ന കിണറിനുള്ളിൽ നിനക്ക് അദ്ദേഹത്തെ കാണാം. നീ അവിടെ പോയി കാത്തിരിക്കൂ. അർഷിലെ പുലി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ഹസ്രത്ത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇബ്നു മുൽജം എന്ന വഞ്ചകന്റെ വാളിനിരയായ ദാരുണ കഥ. അലി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത്
അടുത്ത കാസറ്റിൽ പ്രതീക്ഷിക്കുക. അലി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത്. നബിന്റെ കിതാബിലൊരു ചന്ദ്രബിംബം പോലെയുള്ള മനുഷ്യൻ ജുബുൽ ഹസീനിൽ വരുമെന്നറിഞ്ഞതിൽ കാത്തിരിക്കും. ഊതി വെച്ചുള്ള ഇരിപ്പ് സഹസ്രത്തിലേറെ തുടരും. ചെലോത്ത് പൂമുഖം ഒന്ന് നലർക്കുവാൻ ഹാജത്ത് തിങ്ങിയതാണെന്നേ. നബിന്റെ കിതാബിലൊരു ചന്ദ്രബിംബം പോലെയുള്ള മനുഷ്യൻ ജുബുൽ ഹസീനിൽ വരുമെന്നറിഞ്ഞതിൽ കാത്തിരിക്കും. അന്ന് യഹൂദയുടെ വയസ്സ് 1200 ആയിരുന്നുവെന്ന് ഇമാം സുദ്ദി തന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു. തങ്ങളുടെ ദൗത്യം നിർവഹിച്ച ശേഷം സഹോദരങ്ങൾ കൈവശമുണ്ടായിരുന്ന ആട്ടിൻപറ്റത്തിൽ നിന്നും ഒരാടിനെ പിടിച്ചറുത്ത് അതിന്റെ രക്തം യൂസുഫിന്റെ ഉടുപ്പിൽ അങ്ങിങ്ങായി പുരട്ടി. പിതാവിനെ പറഞ്ഞു ധരിപ്പിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൂട്ടമായി ചർച്ച ചെയ്തതിനു ശേഷം അവർ വീട്ടിലേക്ക് മടങ്ങി. സമയം സന്ധ്യയായി. കാട്ടിലേക്ക് പോയ പുത്രന്മാർ മടങ്ങി വന്ന് കാണാത്തതിൽ യാക്കൂബ് നബി അസ്വസ്ഥനായി. വീടിന് പുറത്ത് വഴിയിലേക്ക് കണ്ണു നട്ട് അദ്ദേഹം അക്ഷമനായി നിന്നു. സമയം കഴിയും തോറും അദ്ദേഹത്തിന്റെ മനസ്സിൽ പലവിധ ഭയാശങ്കകൾ ഉയരുവാൻ തുടങ്ങി. പടിഞ്ഞാറെ ചക്രവാളത്തിൽ ചെങ്കാതിർ ചെന്ന് മറയുവാനായല്ലോ. പരിശോധയന്റെ മകൻ യൂസുഫ് വന്നേ കാണുന്നില്ലല്ലോ. വീട്ടിൽ നിന്നിറങ്ങിയ യാക്കൂബും തോഴിയും മെല്ലെ കുറെ ദൂരം പോയെന്നേ. ബേജാറിൽ മോനെ കാണാതെ കൽബ് പതറി കണ്ണു നീർ പൊഴിക്കും നീ. പടിഞ്ഞാറെ ചക്രവാളത്തിൽ ചെങ്കാതിൽ ചെന്നേ മറയുവാനായല്ലോ. പരിശോധയന്റെ മകൻ യൂസുഫ് വന്നേ കാണുന്നില്ലല്ലോ. എന്തായിരിക്കും അവർ താമസിക്കുന്നത്? സാധാരണ ഇതിലും നേരത്തെ എത്താറുള്ളതാണല്ലോ. ഇനി വഴിയിൽ വല്ല അപകടവും സംഭവിച്ചുവോ? പെട്ടെന്ന് നബിയുടെ മുഖം പ്രസന്നമായി. അതാ അവർ വരുന്നുണ്ട്. അതെ, അവർ തന്നെ. പക്ഷേ യൂസുഫ് എവിടെ? യൂസുഫിനെ കാണുന്നില്ലല്ലോ. പരിഭ്രാന്തനായ ആ പിതാവ് അവരുടെ സമീപത്തേക്ക് ഓടിയെടുത്തു. മക്കളെ, യൂസുഫ് എവിടെ? അവൻ എവിടെ പോയി? നിങ്ങൾ എന്തിനാണ് കരയുന്നത്? എന്റെ പൊന്നുമോന് എന്ത് സംഭവിച്ചു? കൂട്ടത്തിൽ നിന്നും ഷമ്മൂൻ പറഞ്ഞു, പിതാവേ, അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണം. കാട്ടിലെത്തിയ ഞങ്ങൾ യൂസുഫിനെ ഒരു മരത്തണലിൽ ഇരുത്തി ആടുകളെ മേയ്ക്കാൻ പോയി. പെട്ടെന്ന് യൂസുഫിന്റെ നിലവിളി കേട്ട് ഞങ്ങൾ ഓടി വന്നപ്പോൾ നമ്മുടെ പൊന്നനുജനെ ഒരു ചെന്നായ പിടിച്ച് തിന്നുന്ന കാഴ്ചയാണ് കണ്ടത്. ഹൃദയഭേദകമായ ആ വാർത്ത മുഴുവനും കേട്ടു നിൽക്കാനുള്ള ശക്തി യാക്കൂബ് നബിക്കില്ലായിരുന്നു. ഒരാർത്തനാദത്തോടെ സ്വബോധം നഷ്ടപ്പെട്ട് ആ പിതാവ് നിലം പതിച്ചു. പുത്രന്മാരുടെ നിരന്തരമായ പരിചരണത്തിന് ശേഷം യാക്കൂബ് നബിക്ക് സ്വബോധം വീണ്ടുകിട്ടി. തീവ്രമായ ദുഃഖത്താൽ ഗൽഗതകണ്ഠനായി ആ പിതാവ് വിലപിച്ചു. കണ്ണിൽ കുളിർമപ്പു മകൻ യൂസുഫ് കണ്ണീർ കായത്തിൽ വിട്ടകന്ന് പോയി. കോട്ടം ക്ഷമിക്കുവാൻ കഴിവതില്ല. നോട്ടം പിഴച്ചു എൻ മകൻ മൗത്തായി. കണ്ണിൽ കുളിർമപ്പു മകൻ യൂസുഫ് കണ്ണീർ കായത്തിൽ വിട്ടകന്ന് പോയി. മക്കളെ, നിങ്ങളുടെ അശ്രദ്ധയാൽ എന്റെ പൊന്നുമൻ യൂസുഫ് എനിക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ അവന്റെ ഓർമ്മയ്ക്കായിട്ട് എന്തെങ്കിലും നിങ്ങൾ എനിക്കൊന്ന് കൊണ്ടുതരാമായിരുന്നില്ലേ? ഇത് കേട്ട് റൂബിൻ പറഞ്ഞു, പിതാവേ, യൂസുഫിന്റെ ഉടുപ്പ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യത്തോടെ യാക്കൂബ് നബി ആ ഉടുപ്പ് വാങ്ങിച്ചു.
ഉടുപ്പെല്ലാം യാക്കൂബ് ശരിക്കും നോക്കിയും കൊണ്ട് ഉടൻ തന്നെ ചിരിച്ചും കൊണ്ടാജബായ് വിണ്ട് വടിവേറും യൂസുഫിനെ ചെന്നായി ഭൂജിച്ചില്ല വധിച്ചെങ്കിൽ ഹാമീസും മേലീതും ആകില്ല. ഉടുപ്പെല്ലാം യാക്കൂബ് ശരിക്കും നോക്കിയും കൊണ്ട് ഉടൻ തന്നെ ചിരിച്ചും കൊണ്ടാജബായ് വിണ്ട് വടിവേറും യൂസുഫിനെ ചെന്നായി ഭൂജിച്ചില്ല വധിച്ചെങ്കിൽ ഖമീസും മേളീതും ആകില്ല. തന്റെ അരുമപുത്രന്റെ വസ്ത്രം മാറോടണച്ച് ആ പിതാവ് അതിൽ 1000 ചുംബനങ്ങൾ നൽകി. നബി സാവധാനം ആ ഉടുപ്പ് നിവർത്തി. അതിൽ അങ്ങിങ്ങ് ചോരപ്പാടുകൾ മാത്രമല്ല, ആ ഉടുപ്പിന് ഒരു പോറല് പോലുമില്ല. പെട്ടെന്ന് യാക്കൂബ് നബിയുടെ ഭാവം മാറി. ഇല്ല, എന്റെ മകനെ ചെന്നായി പിടിച്ചിട്ടില്ല, അവനെ ചെന്നായി തിന്നിട്ടില്ല. പറയൂ, അവനെവിടെയാണ്? അവനെ നിങ്ങൾ എന്ത് ചെയ്തു? പിതാവിന്റെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിൽ പുത്രന്മാർ ഒന്നടങ്കം പരിഭ്രാന്തരായി. പിതാവേ, ഞങ്ങൾ സത്യമാണ് പറഞ്ഞത്. അങ്ങ് ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ പറഞ്ഞതിൽ അങ്ങയ്ക്ക് വിശ്വാസമില്ലെങ്കിൽ യൂസുഫിനെ ഭക്ഷിച്ച ചെന്നായയെ ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ ഹാജരാക്കാം. അവർ പിതാവിന്റെ മുൻപിൽ നിന്നും ഓടിപ്പോയി. കാട്ടിലെത്തിയ അവർ അവിടെ തളർന്നു കിടന്ന പ്രായം അധികരിച്ച ഒരു ചെന്നായയെ പിടിച്ചുകെട്ടി പിതാവിന്റെ സമീപത്തേക്ക് കൊണ്ടുവന്നു. യാക്കൂബ് നബി ആ ചെന്നായയുടെ മുഖത്തേക്ക് നോക്കി. നീയാണോ എന്റെ മകന് ഭക്ഷിച്ചത്? പെട്ടെന്ന് അള്ളാഹുവിന്റെ ദിവ്യമായ കാരുണ്യത്താൽ ആ ചെന്നായ സംസാരിക്കാൻ തുടങ്ങി. അല്ലയോ നബിയെ, പ്രവാചകന്മാരുടെ മാംസം ചെന്നായ്ക്കൾക്ക് ഹറാമാണെന്ന് അങ്ങേക്കറിയില്ലേ? ഞാൻ യൂസുഫിനെ ഭക്ഷിച്ചിട്ടില്ല. അവർ പറയുന്നത് കളവാണ്. എന്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്, പക്ഷേ വളരെ നാളുകൾക്ക് ശേഷമേ താങ്കൾക്ക് യൂസുഫിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ചെന്നായുടെ വാക്കുകൾ നബിയിൽ സന്തോഷവും സമാധാനവും ഉണ്ടാക്കി. എല്ലാം അള്ളാഹുവിന്റെ വിധികൾ അനുസരിച്ച് നടക്കൂ എന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്ന ആ മഹൽ പ്രവാചകൻ തന്റെ എല്ലാ ദുഃഖങ്ങളും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു. അല്ലാഹുവേ, നിന്നെ വാഴ്ത്തുന്നു ഞാൻ, എല്ലാ രഹസ്യങ്ങൾ അറിയുന്നു നീയും. വല്ലായ്മയൊന്നും ഭാവിക്കാതെ എന്റെ മോനെ രക്ഷിക്കണം റഹ്മാനേ. അല്ലാഹുവേ, നിന്നെ വാഴ്ത്തുന്നു ഞാൻ, എല്ലാ രഹസ്യങ്ങൾ അറിയുന്നു നീയും. വല്ലായ്മ ഒന്നും ഭവിക്കാതെ എന്റെ മോനെ രക്ഷിക്കണം റഹ്മാനേ. പിറ്റേ ദിവസം രാവിലെ സഹോദരങ്ങൾ 10 പേരും കാട്ടിലെ ആ കിണറ്റിന് സമീപമെത്തി. യൂസുഫ് ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാൻ അവർ യൂസുഫിനെ പേര് ചൊല്ലി വിളിച്ചു. കിണറ്റിൽ നിന്നും പ്രത്യുത്തരമുണ്ടായി. യൂസുഫ് ഇനിയും ജീവിച്ചിരുന്നാൽ അപകടമാണെന്ന് മനസ്സിലാക്കിയ അവരിൽ ചിലർ കിണറിലേക്ക് കരിങ്കല്ലിട്ട് യൂസുഫിനെ വധിക്കുവാൻ മുതിർന്നു. എന്നാൽ ആ നീച കർമ്മത്തിൽ നിന്നും യഹൂദ അവരെ പിന്തിരിപ്പിച്ചു. വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ കൂടുതൽ ദിവസങ്ങൾ യൂസുഫിന് കിണറ്റിൽ കഴിഞ്ഞുകൂടുവാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ അവർ തൽക്കാലം മനസമാധാനത്തോടെ അവിടെ നിന്നും പിരിഞ്ഞുപോയി. സന്തോഷ പൂങ്കവനമായി യൂസുഫ് നാളെ കഴിക്കുന്നു കിണറ്റിൽ. സാരമായി വന്നൊരു നാളിൽ ജിബിരിൽ അറിയുവിൻ യൂസുഫേ. സന്തതം ഇങ്ങി വസിക്കേണ്ട താങ്കളെ മൂല്യം അറിയുവാൻ നാളായി. സഞ്ചാര കച്ചവടക്കാരനൊരാളിന്ന് വാങ്ങുവാൻ നേരമായി. സന്തോഷ പൂങ്കാവനമായി യൂസുഫ് നാളെ കഴിക്കുന്നു കിണറ്റിൽ. സാരമായി വന്നൊരു നാളിൽ ജിബിരിൽ അറിയുവിൻ യൂസുഫേ. മദീനയിലെ ഖുസായി വംശത്തിൽപ്പെട്ട ഒരു കച്ചവട പ്രമാണിയാണ് മാലിക്. അദ്ദേഹം തന്റെ കച്ചവട സംഘങ്ങളുമൊത്ത് ഈജിപ്തിലേക്ക് പോകുന്ന വഴി കനാനിലെ ആ മലമ്പ്രദേശത്ത് വിശ്രമിക്കുന്നതിനായി താവളമടിച്ചു. കയ്യിൽ കരുതിയിരുന്ന ജലം മുഴുവനും തീർന്നു കഴിഞ്ഞിരുന്നു.
മാലിക് തന്റെ അനുചരന്മാരെ വിളിച്ച് അടുത്ത് വല്ലയിടത്തും വെള്ളം കിട്ടുവാൻ മാർഗമുണ്ടോ എന്ന് അറിഞ്ഞു വരുവാൻ നിയോഗിച്ചു. ജലം അന്വേഷിച്ചിറങ്ങിയ അവരുടെ കണ്ണിൽ കുറെ അകലെ ആകാശത്ത് ഒരു കൂട്ടം പക്ഷികൾ വട്ടമിട്ട് പറക്കുന്നത് കണ്ടു. വെള്ളമുള്ള സ്ഥലത്തെ പക്ഷികൾ ആവിധം വട്ടമിട്ട് പറക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ അവർ തൊട്ടിയുമായി ആ ഭാഗത്തേക്ക് നടന്നെടുത്തു. അവരുടെ പ്രതീക്ഷ അസ്ഥാനത്തായിരുന്നില്ല. അവർക്കവിടെ ഒരു കിണറാണ് കാണുവാൻ സാധിച്ചത്. സന്തോഷഭരിതരായ അവർ അങ്ങോട്ടോടിയടുത്തു. തൊട്ടി കിണറ്റിലേക്ക് ഇറക്കി. ഈ സമയം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ജിബ്രീൽ അലൈഹിസലാം ആ കിണറിനുള്ളിൽ പ്രത്യക്ഷപ്പെട്ട് യൂസുഫിനെ ആ തൊട്ടിയിലേക്ക് പൊക്കിയെടുത്തു വെച്ചു. തൊട്ടിക്ക് ഖനം തോന്നിയതിനാൽ അവരത് മുകളിലേക്ക് വലിച്ചെടുത്തു. അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല. ആകാശത്തിൽ നിങ്ങി പൊട്ടി വീണതാണോ എന്തൊരജായിബാണേ പടച്ചോനെ, ചെന്താമരപ്പൂവാണോ അതല്ലെങ്കിൽ സ്വർഗവിളക്കിതാണോ? ആകാശത്തിൽ നിങ്ങി പൊട്ടി വീണതാണോ എന്തൊരജായിബാണ് പടച്ചോനെ, ചെന്താമരപ്പൂവാണോ അതല്ലെങ്കിൽ സ്വർഗവിളക്കിതാണോ? കിണറ്റിൽ നിന്നും കിട്ടിയ അതികോമളനായ ആ ബാലനുമായി അവർ മാലിക്കിന്റെ സമീപം ചെന്നു. യൂസുഫിനെ കണ്ട് കച്ചവട സംഘാംഗങ്ങൾ അതുല്യമായ ആ സൗന്ദര്യത്തിൽ ലയിച്ച് അത്ഭുത പരതന്ത്രരായി നിന്നു. രക്ഷിതാവ് തനിക്ക് കൊണ്ടുതന്ന മഹാഭാഗ്യമാണ് ആ കുട്ടി എന്ന് മാലിക്കിന് കരുതി. യൂസുഫിന് വേണ്ടുന്ന വസ്ത്രങ്ങളും ആഹാരങ്ങളും കൊടുക്കുവാൻ മാലിക് തന്റെ അനുചരന്മാരോട് നിർദ്ദേശിച്ചു. എന്നാൽ 3-ാം ദിവസവും സഹോദരങ്ങൾ 10 പേരും ആ കിണറിന് സമീപമെത്തി. അവർ യൂസുഫിനെ പേര് ചൊല്ലി വിളിച്ചു. പക്ഷേ കിണറിനുള്ളിൽ നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. ഉത്കണ്ഠാകുലരായ അവർ പരസ്പരം നോക്കി. അവർ ആ പരിസരത്ത് അന്വേഷണം ആരംഭിച്ചു. ദൂരത്താതാവൊരു തമ്പും ജനങ്ങളെ കൂട്ടം കാണുന്നുണ്ട് നോക്കടോ, ധൂമം പൊടി പടലങ്ങൾ പറക്കുന്നു നോക്കി വരാമെന്ന് നോക്കടോ. നേരെ തമ്പ് കൊള്ള നടന്ന സകലരും മാലിക്കിനെ കണ്ട് ചൊല്ലിയേ, നേരാ നമുക്കുള്ള അടിമയാ മുറിച്ചക്കൻ തമറി കൈവിട്ടു മറഞ്ഞു പോയി. ദൂരത്താതാവൊരു തമ്പും ജനങ്ങളെ കൂട്ടം കാണുന്നുണ്ട് നോക്കടോ, ധൂമം പൊടി പടലങ്ങൾ പറക്കുന്നു നോക്കി വരാമെന്ന് നോക്കടോ. മാലിക്കിന്റെ കച്ചവട സംഘത്തിലെ കൂടാരങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. യൂസുഫ് അവിടെ കണ്ടേക്കും എന്ന ധാരണയിൽ അവരങ്ങോട്ട് കടന്നിരുന്നു. അവരുടെ പ്രതീക്ഷ ആസ്ഥാനത്തായിരുന്നില്ല. അതാ കച്ചവട പ്രമാണിയുടെ സമീപം യൂസുഫ് നിൽക്കുന്നു. അവർ 10 പേരും അങ്ങോട്ട് പാഞ്ഞെടുത്തു. ഹേ പ്രമാണി, ഇവനെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഇവനെ അന്വേഷിച്ചാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾക്ക് ഇവനെ വിട്ടുതരണം. ഇത് കേട്ട് മാലിക് തന്റെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. ഈ ബാലനെ ഞങ്ങൾക്കിതാ ആ കാണുന്ന കിണറ്റിൽ നിന്നും കിട്ടിയതാണ്. ഇവന്റെ ആരാണ് നിങ്ങൾ? പ്രഭു, ഇവനെ നമ്മുടെ വീട്ടുവേലക്കാരി പ്രസവിച്ചതാണ്. വിൽക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ കയ്യിൽ തന്നു. പക്ഷേ വഴിയിൽ വെച്ച് ഇവൻ നമ്മുടെ കയ്യിൽ തട്ടി കടന്നു കളഞ്ഞു. റൂബീലിന്റെ ഈ വിധമുള്ള വാക്കുകൾ കേട്ട് യൂസുഫിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകി. വടുവനെന്നുള്ള വചനം കേട്ടപ്പോൾ യൂസുഫിൻ മനം ഞെട്ടി. വദനം തൊടുത്തും മിഴികൾ നിറഞ്ഞും കഥകളോർത്തകം പൊട്ടി. വടുവനെന്നുള്ള വചനം കേട്ടപ്പോൾ യൂസുഫിൻ മനം ഞെട്ടി. വദനം തൊടുത്തും മിഴികൾ നിറഞ്ഞും കഥകളോർത്തകം പൊട്ടി. പ്രിയ ജ്യേഷ്ഠന്മാരെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കളവ് പറയുന്നത്? എന്നെ നിങ്ങളുടെ ദാസി പ്രസവിച്ചതാണോ? വിൽക്കുവാനായി നിങ്ങളെ ഏൽപ്പിച്ചതാണോ? ജ്യേഷ്ഠന്മാരെ, എന്റെ പിതാവിനെയും അനുജൻ ബുനിയാമിനെയും കാണുവാൻ എന്റെ ഹൃദയം കൊതിക്കുന്നു. ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകൂ. ഇത് കേട്ട് യഹൂദ യൂസുഫിനെ തഴുകിക്കൊണ്ട് പറഞ്ഞു, യൂസുഫേ, നീ മരണപ്പെട്ടുവെന്ന് ഇവർ പിതാവിനെ ധരിപ്പിച്ചിരിക്കുകയാണ്. നമ്മളോടൊപ്പം വന്നാൽ ഇവർ നിന്നെ അപകടപ്പെടുത്തും. ആയതുകൊണ്ട് ഈ കച്ചവട സംഘത്തോടൊപ്പം പോകുന്നതാണ് നിനക്ക് നല്ലത്. ഇവരുടെ ഈ സംസാരങ്ങൾ കന്നാനിലെ ഭാഷയായ ഖിബ്തി ഭാഷയിലായിരുന്നു. മദീന ദേശക്കാരനായ മാലിക്കിന് ആ ഭാഷ വശമില്ലാത്തതിനാൽ അവരെന്താണ് സംസാരിച്ചതെന്ന് അയാൾക്ക് പിടികിട്ടിയില്ല. പ്രിയമുള്ളവരെ, കച്ചവട പ്രമാണിയായ മാലിക്കിന്റെ കനാൻ വഴിയുള്ള യാത്രയുടെ മറ്റൊരു രഹസ്യം ഈ അവസരത്തിൽ ചുരുക്കമായി വിവരിക്കാം. സുന്ദരനായ ഒരു കുട്ടിയെ മിസ്റിലേക്കുള്ള യാത്രാമാർഗത്തിൽ നിനക്ക് കിട്ടുമെന്നും
അവൻ കാരണം നീ വലിയൊരു കോടീശ്വരനാകുമെന്നും മാലിക് ഒരു ദിവസം സ്വപ്നം കണ്ടിരുന്നു. ഈ സ്വപ്ന ദർശനത്തിന് ശേഷം 7ാമത്തെ വർഷമാണ് ഇപ്പോൾ മാലിക് ഇതുവഴി പോകുന്നത്. മാലിക് യൂസുഫിന്റെ സഹോദരങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഈ ബാലനെ വിൽക്കാൻ കൊണ്ടുവന്നാണെങ്കിൽ ഇവനെ ഞാൻ വിലക്കെടുത്തുകൊള്ളാം. എന്നാൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഭീമമായ തുക തരുവാൻ എന്റെ കയ്യിലില്ല. 20 വെള്ളിക്കാശിനാണെങ്കിൽ ഞാൻ ഇവനെ വിലക്കെടുത്തുകൊള്ളാം. മാലിക്കോട് യാക്കൂബിൻ മൈന്ദർ സംസാരിച്ചു, തങ്ങളിൽ ഭംഗമതിച്ചൊരു കൂട്ടർ ശോഭിച്ചു വിലയവർ കേൾക്കുന്നേ. മട്ടത്തിൽ മേലിക്കൊന്നുരച്ചു, സഹോദര ഒത്തിരി വെള്ളി കൊടുക്കുവാനില്ലെനിൽ 20 വെള്ളി ഉണ്ടൻ പക്കലേ. മാലിക്കോട് യാക്കൂബിൻ മൈന്ദർ സംസാരിച്ചു, തങ്ങളിൽ ഭംഗമതിച്ചൊരു കൂട്ടർ ശോഭിച്ചു വിലയവർ കേൾക്കുന്നേ. മട്ടത്തിൽ മാലിക്കൊന്നുരച്ചു, സഹോദര ഒത്തിരി വെള്ളി കൊടുക്കുവാനില്ലെനിൽ 20 വെള്ളിയുണ്ടൻ പക്കലേ. സഹോദരങ്ങൾ പരസ്പരം ആലോചിച്ചു. 20 വെള്ളി തീരെ കുറഞ്ഞ ഒരു വിലയാണ്. എന്നാൽ പണത്തേക്കാൾ ഉപരി യൂസുഫിനെ ഈ നാട്ടിൽ നിന്നും അകറ്റുക എന്നതാണ് നമ്മുടെ ആവശ്യം. മാലിക്കാണെങ്കിൽ അകലെ മിസറിൽ കൊണ്ടുപോയി ആർക്കെങ്കിലും വിറ്റുകൊള്ളൂ. അവർ മാലിക് പറഞ്ഞ തുക അംഗീകരിച്ചു. ശീലക്കേടവർ 10 ചേർന്ന് മാറ്റിക്കൊണ്ട് ഉള്ളത് തരുവിൻ നല്ലതു തന്നെ ചിന്തിച്ച് കുറിച്ചോ വിലപത്രം. ചേലത്ത അടിമയെ കൊണ്ടു പോകും നേരം ഒത്തിരി വിദ്യ പഠിച്ചവനാണിവൻ, സൂത്രത്തിൽ ചാടിപ്പോകും സൂക്ഷിച്ചോ. മൊത്തത്തിൽ ഇവൻ ഒരു അഹങ്കാരിയാകുന്നേ, തട്ടിപ്പും വെട്ടിപ്പെല്ലാം പഠിച്ചവനാണെന്നേ. തക്കം കിട്ടിയ ചാടിപ്പോകും നിങ്ങൾ നോക്കുന്നേ, വെട്ടിച്ചു പോയാൽ ഞങ്ങൾക്ക് അറിയുകയില്ലെന്നേ. കിട്ടിയ ചെക്കനെ വിട്ടുകളയല്ലേ, വില ഞങ്ങൾ പറ്റി ഒട്ടുമ ശ്രദ്ധിക്കാതെ ഇരിക്കല്ലേ. ഏ മാലിക്കേകൾ ഞങ്ങൾ ഇതാ പോയിടുന്നു, നിങ്ങൾക്ക് ഞങ്ങൾ വസലാം. യൂസുഫിന്റെ വിലയായി 20 വെള്ളി അവർ എണ്ണി വാങ്ങിച്ചു. വിലപത്രവും പരസ്പരം കൈമാറി. പോകുവാൻ നേരത്ത് അവർ മാലിക്കിനോട് പറഞ്ഞു, ഇവനെ നിങ്ങൾ വളരെ സൂക്ഷിക്കണം. ഞങ്ങളോട് പ്രവർത്തിച്ചതുപോലെ ഇവൻ നിങ്ങളെയും കബളിപ്പിച്ചുകൊണ്ട് കടന്നു കളയുവാൻ ഇടയുണ്ട്. അതുകൊണ്ട് ഇവനെ തനിയെ എങ്ങോട്ടും വിടരുത്. അവരുടെ നിർദ്ദേശപ്രകാരം മാലിക് യൂസുഫിന്റെ കൈകൾ ബന്ധിച്ചു. യൂസുഫിനെ സൂക്ഷിക്കുവാൻ പ്രത്യേകം 2 പേരെ നിയോഗിക്കുകയും ചെയ്തു. ആ കച്ചവട സംഘം യാത്ര തുടർന്നു. പോകുന്ന വഴിയിൽ മാതാവിന്റെ ഖബർസ്ഥാനം കണ്ട യൂസുഫ് ആരോരും അറിയാതെ അതിനടുത്തേക്ക് ചെന്നു. പൊട്ടുന്ന ഹൃദയത്തോടെ, നിറഞ്ഞൊഴുകുന്ന മിഴികളോടെ നിസ്സഹായനായ ആ ബാലൻ ആ ഖബർസ്ഥാനത്ത് നിന്നു. എത്ര നാളായി ഇത്തരത്തിൽ വേദനയും ഇന്നു ഞാൻ ദുഃഖിച്ചിവിടെ എത്തിയെന്ന്. ഒത്തിരി കഷ്ടങ്ങളേറ്റി വെന്തിടുന്നു ഞാനും, ഓതി ഉണർത്താൻ എനിക്കൊരാളുമില്ല. കത്തനെ ഞാൻ ഖൽബ് നൊന്ത് കേണിടുന്നു റബ്ബി, കാമിലാക്കി തായെനിക്കുള്ള ഹജത്ത്. മർദ്ദനങ്ങൾ എത്രയോ സഹിച്ചിടുന്നു, മാലിക്കിൻ്റെ അടിമയായി കഴിഞ്ഞിടുന്നു. എത്ര നാളായി ഇത്തരത്തിൽ വേദനയും തിന്ന് ഇന്നു ഞാൻ ദുഃഖിച്ചിവിടെ എത്തിയെന്ന്. മുന്നോട്ട് നീങ്ങിയ കച്ചവട സംഘത്തിൽ യൂസുഫിനെ കാണാഞ്ഞ് അവർ 4 പാടും അന്വേഷിച്ചു. ഖബർസ്ഥാനത്ത് നിറക്കണ്ണുകളോടെ നിൽക്കുന്ന യൂസുഫിനെ അവരിൽ ഒരാൾ കണ്ടെത്തി. കോപാകുലനായ അയാൾ യൂസുഫിന്റെ മുഖത്ത് ആഞ്ഞടിച്ചു. ആ അടിയുടെ ആഘാതത്തിൽ യൂസുഫ് നിലത്ത് വീണുപോയി. അത്യുൽക്കടമായ വേദനയാൽ മനം നൊന്ത് യൂസുഫ് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനുമായ രക്ഷിതാവേ, നീ എന്തിനാണ് എന്നെ ഇത്രയും പരീക്ഷിക്കുന്നത്? നിരപരാധിയായ എന്നോട് എന്റെ സഹോദരങ്ങളും മറ്റുള്ളവരും കാണിക്കുന്ന അതിക്രമങ്ങൾ നീ കാണുന്നില്ലേ? പെട്ടെന്ന് അന്തരീക്ഷം മേഘാവൃതമായി. മണൽക്കാറ്റ് ആഞ്ഞു വീശി. ചീറിയടിച്ച കാറ്റിൽപ്പെട്ട് കച്ചവട സംഘത്തിലെ ഒട്ടകങ്ങൾ ലക്ഷ്യമില്ലാതെ പായുവാൻ തുടങ്ങി. യാദൃച്ഛികമായ ഈ മാറ്റത്തിൽ മാലിക് പരിഭ്രാന്തനായി. ഈ സമയം യൂസുഫിനെ അടിച്ചയാൾ അങ്ങോട്ട് ഓടിയെത്തി. പ്രഭോ,
നമ്മൾ വിലക്ക് വാങ്ങിയ ആ കുട്ടിക്ക് എന്തോ അത്ഭുത സിദ്ധി ഉണ്ടെന്ന് തോന്നുന്നു. അവൻ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. തുടർന്നുണ്ടായ കാര്യങ്ങളെല്ലാം അയാൾ വിവരിച്ചു. വിവരങ്ങൾ അറിഞ്ഞ മാലിക് യൂസുഫിന്റെ സമീപത്തേക്ക് ഓടിച്ചെന്നു. തന്റെ അനുചരന്മാർ കാണിച്ച അവിവേകത്തിന് മാപ്പിരുന്നു. യൂസുഫിനെ ബന്ധിച്ചിരുന്ന ചങ്ങല ഊരിമാറ്റി. പ്രകൃതി ശാന്തമായി. ഈ ഒരൊറ്റ കാരണം കൊണ്ട് ആ കച്ചവട സംഘങ്ങൾക്ക് യൂസുഫിനോട് സ്നേഹവും ആദരവും ഉണ്ടായി. ആ സംഘം മിസറിലേക്കുള്ള യാത്ര തുടർന്നു. മിസർ പട്ടണത്തിന്റെ ഏതാണ്ട് അടുത്തെത്തിയപ്പോൾ മാലിക് യൂസുഫിനെ ഒരു കുതിരപ്പുറത്തിരുത്തി കച്ചവട സംഘത്തിന്റെ മുൻപിൽ നടത്തി. കടന്നുപോയ വഴിയിൽ അനേകം ബിംബങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു വലിയ ദേവാലയത്തിന് മുൻപിലെത്തിയപ്പോൾ ബിംബങ്ങളെല്ലാം ഓരോന്നായി മറിഞ്ഞ് നിലം പതിച്ചു. ഈ കാഴ്ച കണ്ട് കച്ചവട സംഘത്തിലുള്ളവർ അത്ഭുതപ്പെട്ടുപോയി. ഒരു നാൾ ബുലൈസാൻ രാജാവൊരു സ്വപ്നം കണ്ടെന്നേ. ഒരു നല്ല സ്വാർത്ഥ വാഹക സംഘം വരുമെന്നേ. പരിവാരങ്ങളോടൊപ്പം രാജാവും അതിലുണ്ടാകും. പതിയാം മിസറിന്റെ അധിപതി അദ്ദേഹം ആകും. ഒരു നാൾ ബുലൈസാൻ രാജാവൊരു സ്വപ്നം കണ്ടെന്നേ. ഒരു നല്ല സ്വാർത്ഥ വാഹക സംഘം വരുമെന്നേ. മിസർ പട്ടണത്തിന്റെ അതിർത്തി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് ബുലൈസാൻ. അവിടുത്തെ നാട്ടുരാജാവ് ദിവസങ്ങൾക്ക് മുൻപ് ഒരു സ്വപ്നം കണ്ടിരുന്നു. ഏറെ താമസിയാതെ ബുലൈസാനിലൂടെ ഒരു യാത്രാ സംഘം കടന്നു പോകുമെന്നും ആ സംഘത്തിന് മുൻപിലായി കുതിരപ്പുറത്ത് ഒരു രാജാവും പിൻപിലുള്ളവരെല്ലാം പ്രജകളുമായിരിക്കുമെന്നായിരുന്നു സ്വപ്നം. ആ സംഘത്തെ കണ്ടാൽ നല്ലതുപോലെ സ്വീകരിച്ച് ആദരിക്കണമെന്നും നാട്ടുരാജാവ് തന്റെ പ്രജകളോട് കൽപ്പിച്ചു. അവരാ സംഘത്തെയും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യുവാവും സംഘവും അതുവഴി കടന്നു വന്നത്. കുതിരപ്പുറത്തിരിക്കുന്ന അതീവ തേജസ്വിയായ യുവാവിനെ കണ്ട് നാട്ടുകാർ ചുറ്റും കൂടി. അവരാ സംഘത്തെ ഭക്തി ആദരവോടെ സ്വീകരിച്ചു. നാട്ടുരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. ഒരു രാജാവിന് യോജിച്ച രീതിയിലുള്ള സ്വീകരണവും സൽക്കാരങ്ങളും അവർക്ക് അവിടെ നിന്ന് ലഭിച്ചു. കൊട്ടാരത്തിലെ അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം അവർ വീണ്ടും മുന്നോട്ട് നീങ്ങി. ഉളർത്തനയിൽ നദി തിളർത്ത തിരയടി പരന്ന കരയാണ് കണ്ട് ഇറങ്ങി അവിടന്നേ. ഇനത്ത പടിയവർ തടത്തിൽ ഇറങ്ങിയും ക്ഷണത്തിൽ കുളിപ്പാട്ടി യൂസുഫിനെ ശരിക്ക് വെടിപ്പാക്കി. തനിച്ച പട്ടുചേരി നിറച്ച സാൽവറും അണിച്ചൊരുക്കിയെന്നേ അവരതിൽ അതർപ്പം തോന്നിടുന്നേ. ഉളർത്തനയിൽ നദി തിളർത്ത തിരയടി പരന്ന കരയാണ് കണ്ട് ഇറങ്ങി അവിടന്നേ. മിസർ പട്ടണത്തിന്റെ പ്രസിദ്ധിയേറിയ നൈൽ നദി തീരത്ത് എത്തിച്ചേർന്നപ്പോൾ മാലിക് അവിടെ ഇറങ്ങി. യൂസുഫിനെ കുളിപ്പിച്ചു, പട്ടുവസ്ത്രങ്ങൾ അണിയിച്ചു, തലയിൽ മനോഹരമായ ഒരു തലപ്പാവും ചൂടി. വീണ്ടും കുതിരപ്പുറത്തിരുത്തി. പട്ടുവസ്ത്രങ്ങളിൽ ചന്ദ്രബിംബം പോലെ പ്രകാശിക്കുന്ന ആ യുവ കോമളനെ കണ്ട് യാത്രാസംഘം അത്ഭുതപ്പെട്ടുപോയി. അഞ്ജന കണ്ണേ തിളങ്ങും വട്ടമുഖമാണ്, അഞ്ചിടുമാരും അവരെ കാണുകിൽ നിജമാണ്. നെഞ്ചി വിരിവോടെ തുടുത്തുള്ള കവിളാണ്, നായകന്റെ രൂപപോലം തങ്ക നിറമാർന്നേ. മുൻപിലുള്ള കൂട്ടുപിരി ഗംഭകുജലാണ്, മോഹന ചുണ്ട് പവിഴത്തിന്റെ യോസുവാണ്. തഞ്ചമിൽ ചിരിച്ചു കണ്ടാൽ നല്ല സൂറത്താണ്, സാവകന്റെ അഴകുരയാളില്ല വാക്കൊന്നാണ്. അഞ്ജന കണ്ണ് തിളങ്ങും വട്ടമുഖമാണ്, അഞ്ചിടുമാരും അവരെ കാണുകിൽ നിജമാണ്. അവർ മിസർ പട്ടണത്തിൽ എത്തിച്ചേർന്നു. മനോഹരമായ ആ നഗരത്തിന്റെ പ്രൗഢിയും ഗാംഭീര്യവും വിളിച്ചോതുന്ന കാഴ്ചകൾ യൂസുഫിൽ കൗതുകമുളവാക്കി. പണ്ട് മുതൽ കണ്ടതിൽ ഇതുപോൽ കോട്ടയും കൊട്ടാരങ്ങളും യൂസുഫ് പാരിതിലും മാതിരി സൗധങ്ങൾ ഇനി വേറെയുണ്ടോ? മുണ്ടകപാടം സമപച്ച പട്ടുവിരിച്ച മനോഹര സൗധം, മുന്തിയതാം രാജകൊട്ടാരം എന്തൊരു വർണ്ണമ
ശില്പകല കൊത്തിയ പലതരം രൂപങ്ങൾ എന്തഴകാ. പണ്ടു മുതൽ കണ്ടതിൽ ഇതുപോൽ കോട്ടയും കൊട്ടാരങ്ങളും യൂസുഫ് പാരിതിലും മാതിരി സൗധങ്ങൾ ഇനി വേറെയുണ്ടോ? മിസറിൽ എത്തിച്ചേർന്ന യൂസുഫിന്റെ സൗന്ദര്യം 10 മടങ്ങ് വർദ്ധിച്ചു. കച്ചവട പ്രമാണിയായ മാലിക് ഷാമിൽ നിന്നും അതുല്യ സൗന്ദര്യമുള്ള ഒരടിമയെ കൊണ്ടുവന്നിരിക്കുന്നു എന്നറിഞ്ഞ ജനങ്ങൾ മാലിക്കിന്റെ തമ്പിലേക്ക് പ്രവഹിക്കുവാൻ തുടങ്ങി. ദിവസങ്ങൾ ചെല്ലുന്തോറും ജനങ്ങളുടെ തിക്കും തിരക്കും വർദ്ധിച്ചു വന്നു. മാലിക്കിന് ഇതൊരു ബുദ്ധിമുട്ടായി മാറി. ജനങ്ങളുടെ തിരക്ക് കുറയ്ക്കുവാൻ മാലിക് യൂസുഫിനെ കാണുന്നതിന് 1 ദിനാർ ഫീസ് വെച്ചു. ജനങ്ങളുടെ തിരക്ക് എന്നിട്ടും കുറഞ്ഞില്ല. അടിമയെ വാങ്ങാൻ നിരവധി കച്ചവടക്കാർ പണക്കാരും തുരുതിര മിസറിൽ വന്നവർ കൂട്ടം കൂടും. അമ്പവനിൽ സ്തുതി എമ്പിണം അമ്പന്മാരും കോട്ടകൾ തിമിതിമി എത്തിയ മാലോരെത്തിരയെന്നു കണക്കില്ല. അടിമയെ വാങ്ങാൻ നിരവധി കച്ചവടക്കാർ പണക്കാരും തുരുതിര മിസറിൽ വന്നവർ കൂട്ടം കൂടും. ജനങ്ങളുടെ ഈ തിക്കും തിരക്കും കണ്ടപ്പോൾ മാലിക്കിന്റെ മനസ്സിൽ മറ്റൊരു ചിന്ത ഉടലെടുത്തു. ഈ സന്ദർഭത്തിൽ യൂസുഫിനെ വിൽക്കുകയാണെങ്കിൽ തനിക്ക് വലിയൊരു സമ്പത്തിന്റെ ഉടമയാകാം. ധനമോഹിയായ അയാൾ യൂസുഫിനെ അടിമച്ചന്തയിൽ വിൽക്കുവാൻ തന്നെ തീരുമാനിച്ചു. പ്രിയമുള്ളവരെ, ഇനി നിങ്ങളുടെ ശ്രദ്ധയെ മറ്റൊരു സംഭവത്തിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലോർക്കും ആശാ കേന്ദ്രമാണല്ലാഹു, എപ്പോഴും കാരുണ്യമേകുന്നോനല്ലാഹു. എല്ലോർക്കും ആശാ കേന്ദ്രമാണല്ലാഹു, എപ്പോഴും കാരുണ്യമേകുന്നോനല്ലാഹു. അല്ലല്ലകറ്റുന്നോനേകനാം അല്ലാഹു, ആഗ്രഹം തീർക്കുന്നോനൽഹംദു